നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുളക് കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. ത്രീ ഓഫ് വാൻസ് എനർജിയാണ്. ഈ റിലേഷനിൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. ഇത് വേണം എന്നുള്ളൊരു ചിന്തയിലാണ്, അല്ലാതെ ഒരു കൺഫ്യൂഷനൊന്നും അവർക്കില്ല. ഇത് വേണം, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അവർ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അവർ ഇമോഷൻസ് അങ്ങനെ പുറത്ത് കാണിക്കാത്ത ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ അത് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, അവർ സ്ട്രോങ് ആയിട്ട് റിലേഷനിൽ നിൽക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ ഹയർ ഓഫ് ആൻഡ് എനർജിയാണ്. ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വലി ഉള്ള ഒരു സ്പിരിച്വൽ കാര്യങ്ങളോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം. യൂണിവേഴ്സിനെ പറ്റി, യൂണിവേഴ്സൽ എനർജിയെ പറ്റി, അങ്ങനെ നിങ്ങൾ കൂടുതലായിട്ടൊരു ആത്മീയ തലത്തിലോട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കണക്ഷനിലോട്ട് നിങ്ങളെ എത്തിച്ച റിലേഷനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ അങ്ങനെ ഒരു പർപ്പസ് കൂടിയുണ്ട്. ഇപ്പം ചിലത് ഒരു കാർമിക് റിലേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും കാർമിക് റിലേഷൻ ആണെങ്കിൽ പോലും അതിൽ ഒരു നിങ്ങളെ സ്പിരിച്വൽ കാര്യങ്ങളോട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. അങ്ങനെ അതായത് എല്ലാം ഇപ്പം സോൾമേറ്റ് കണക്ഷൻ ആയിക്കൊള്ളുന്നില്ല. ചിലത് കർമ്മയുടെ ഭാഗമായിട്ട്, ഒരു പാസ്റ്റ് ലൈഫിലെ കർമ്മയുടെ ഭാഗമായിട്ട് നിങ്ങളെ ഈ ലൈഫിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ടാവില്ല, വാല്യൂ കിട്ടുന്നുണ്ടാവില്ല, അവർ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് ബെഗ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു റിലേഷൻ ആണെങ്കിലും അതിലും നിങ്ങളൊരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട് കൂടുതൽ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഈ ഒരു കർമ്മ എൻഡ് ആവുന്നതോടുകൂടി നിങ്ങൾ കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പർപ്പസ്. നിങ്ങളെ തിരിച്ചറിയുക, കുറച്ചുകൂടി സ്പിരിച്വൽ ആവുക എന്നുള്ള ഒരു പർപ്പസുമായിട്ടായിരിക്കും ആ ഒരു കർമ്മ വന്നിട്ടുണ്ടാവുക. ആ ഒരു കർമ്മ എൻഡ് ആയതിനു ശേഷം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയെ തിരിച്ചറിയണം എന്നുള്ളതായിരിക്കും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാവുക. അതിനായിരിക്കും ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. ചിലതാണെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പെയിൻ ഇല്ലാതെ, അതായത് രണ്ടുപേരും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ ഒരു ആത്മീയമായിട്ടുള്ള തലത്തിലോട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ രണ്ടുപേരുടെ ഉയർച്ചയ്ക്ക് കൂടി കാരണമാവും. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു റിലേഷൻ കൂടി ആയിരിക്കും. അവിടെ കർമ്മ ഉണ്ടായില്ല, അവിടെ ഒരു സോൾ കണക്ഷനും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു എനർജിയും ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ മുന്നോട്ട് പോകും തോറും കൂടുതൽ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അത്രയും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ, അറ്റാച്ച്മെന്റ് അത് കൂടി കൂടി വരുന്ന ഒരു എനർജിയാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ ചാരിയറ്റ് ആണ്. ഇവിടെ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ, ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ ഒരു മൂവ്മെന്റ് മുന്നോട്ട് വരും എന്നുള്ളതാണ്. ഒരു ചേഞ്ച് വരും. ചിലപ്പോൾ ഒരു ചെറിയ കോണ്ടാക്ട് വന്നിട്ട് പിന്നെയും പോവാനും മതി കേട്ടോ. ചിലത് അങ്ങനെ, അതായത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്ന എനർജിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്റ്റേബിൾ ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് വന്ന് നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സോൾ കണക്ഷൻ ആണ് ഇത് ആവാൻ ചാൻസ്, അല്ലെങ്കിൽ ഇത്രയും ഒരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു സ്പിരിച്വൽ ഒരു ഗ്രോത്ത് റിലേഷൻ കൊണ്ടുവന്നതിന് റീസൺ ഒരു സോൾ കണക്ഷൻ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ഇവിടെ 2 ഓഫ് കപ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ളതൊരു സോൾ കണക്ഷൻ കൂടിയാണ് എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഇമോഷണലി അത്രയും ബോണ്ടിങ് ആയിരിക്കും. ഇപ്പോൾ ഒരാളുടെ ഇമോഷൻ എന്താണെന്ന് ആൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഡെപ്തിലുള്ള റിലേഷനാണ്. ഇവിടെ പരസ്പരം ബഹുമാനം ഉണ്ടാവും, ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും.
ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ ബെഗ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുന്ന റിലേഷൻ ആയിരിക്കും. പരിഗണിക്കും, റെസ്പെക്റ്റ് ചെയ്യും, എല്ലാം ഇവിടെ ഒരുപോലെയുള്ള റിലേഷനായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു റിലേഷൻ ഉള്ളവർക്കാണ് ഇത് കൂടുതൽ മാച്ച് ആവുക കേട്ടോ. അല്ലാതെ ഒരു കാർമിക് റിലേഷനിൽ നിന്നിട്ട് ഇത് കറക്റ്റാണ് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു റെസ്പെക്റ്റും വാല്യൂം കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ ബെഗ് ചെയ്യേണ്ട ഒരു റിലേഷൻ ആയിരിക്കും അത്. അങ്ങനെ റിലേഷനിൽ നിന്നിട്ട് നിങ്ങൾ ഇതെൻ്റെ സോൾ കണക്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഫെയ്ത്ത് എന്നാണ് കാണിക്കുന്നത്. ഇത് ഒരു വിധിയാണെന്നുള്ളതാണ്. ഈ റിലേഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരു വിധിയാണ്. കാരണം ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്തായാലും ഈ ഒരു കണക്ഷൻ എത്തും. നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒന്നും മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല. രണ്ടുപേരും അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആളോട് പറയുക, ആളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുക. അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു സംസാരം, അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻ, അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ചേഞ്ചിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് അതായത് ഒരു സോൾ കണക്ഷൻ ആകുമ്പോൾ കുറച്ച് ഡള്ളായിട്ട് നിൽക്കുന്ന, കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരാളെ ഉയർത്തി കൊണ്ടുവരും. അത് കൂടുതലായിട്ട് ഒരു എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടായിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ആ ഒരു പേഴ്സൻ്റെ ഒരു ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക് ആ ഒരു കണക്ഷൻ അതിന് സഹായിക്കുന്ന ഒരു റിലേഷനായി മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കിട്ടാത്ത, വാല്യൂ കിട്ടാത്ത, നിങ്ങളെ പരിഗണിക്കാത്ത ഒരു റിലേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഡയറക്ഷൻ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു കണക്ഷനിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. എന്താണ് ആ റിലേഷൻ മുന്നോട്ട് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് മാറി നിന്ന് ആ റിലേഷൻ നിങ്ങൾ നോക്കിക്കാണാം. എന്താണ് ആ റിലേഷൻ നടക്കുന്നത്, എന്താണ് ഈ പേഴ്സൺ എനിക്ക് തരുന്നത്, എന്തൊക്കെയാണ് ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ, അവരെന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി മാത്രം ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആവുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഭരണി, പത്തനംതിട്ട, പൂരാടം, 2001, 1991, പാലക്കാട്, 1986, 1994, കാർത്തിക, കാസർഗോഡ്, ഫെബ്രുവരി, നവംബർ, രോഹിണി. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.